വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ദിവസം ഈ പ്രശസ്തമായ സെമിനാരിലേക്ക് ക്ഷണിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഇവിടെയുള്ള റക്ടേഴ്സിനും പ്രൊഫസേഴ്സിനും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ പേരിനെ കുറിച്ചൊന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം ഇവിടെ വരുന്ന ബിഷപ്സ് ഒക്കെ ചോദിക്കും, എങ്ങനെയാണ് ഈ പേര് ലഭിച്ചത്, അത് പിന്നീട് എടുത്തതാണോ എന്നൊക്കെ ചോദിക്കാമോ. ഇതെൻ്റെ മാമോദിസ പേരാണ്. എൻ്റെ ജനനസമയത്ത് എൻ്റെ അപ്പച്ചൻ ജോൺ മരിയ വിയാനിയുടെ ഇംഗ്ലീഷിലുള്ള ഒരു പുസ്തകം വായിക്കുന്ന സമയത്താണ് എൻ്റെ ജനനം. അപ്പോഴാണ് ജോൺ മരിയ വിയാനി എന്നുള്ള പേരിൽ എൻ്റെ മാമോദിസ എനിക്ക് ആ പേര് ലഭിച്ചത്. 12 വർഷം അപ്പച്ചൻ ആ പുസ്തകം എടുത്തു വെച്ചു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ പുസ്തകം എന്നെ ഏൽപ്പിച്ചു. ഇതാണ് നിൻ്റെ പേരിന് കാരണമായ പുസ്തകം എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു. ഇപ്പോഴും ഞാൻ ആ പുസ്തകം പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്നു. ഇനി മറ്റൊരു കാര്യം ഓർക്കാനുള്ളത്, പ്രിയപ്പെട്ടവരെ, ഈ നമ്മുടെ വിശുദ്ധ കുർബാന, പരിശുദ്ധ അമ്മ, വളരെ പ്രധാനപ്പെട്ട 2 പില്ലേഴ്സ് ഓഫ് ലൈഫ്. ഈ വിശുദ്ധ കുർബാനയിലാണ് സാധാരണ ദൈവം എനിക്ക് സന്ദേശം നൽകാറുള്ളത്. നമ്മൾ സന്ദേശം ഓർക്കുകയാണ്. അതുകൊണ്ടാണ് പർണാബാസ് മാർപ്പാപ്പ പറയുന്നത്, ഡോണ്ട് പ്രേ ഇൻ ദ മാസ് ബട്ട് പ്രേ ദ മാസ്. അതായത് നമ്മൾ കുറേ നിവേദനങ്ങൾ സമർപ്പിക്കാനുള്ള സമയമല്ല വിശുദ്ധ കുർബാന എന്നുള്ളത്. വിശുദ്ധ കുർബാന തന്നെ പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണ് പുസ്തകം എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓരോ പ്രാർത്ഥനയും ഉരുവിടുമ്പോൾ അതിനർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. അത് അങ്ങനെ ചെയ്യുമ്പോൾ ഈശോ നമ്മെ അനുഗ്രഹിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ഓരോ ചെറിയ കാര്യങ്ങളുടെ പിന്നിലും ദൈവം വലിയ രഹസ്യം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടാകും. ജസ്റ്റ് നമ്മുടെ കുർബാന തന്നെ കുർബാനയായിട്ട് പ്രാർത്ഥിക്കൂ, ദൈവം അനുഗ്രഹങ്ങൾ ചെയ്യും. നമ്മുടെ ജീവിതം നിങ്ങളാരും പെട്ടെന്ന് വെറുതെ തന്നെ ഓടി വന്നവരില്ല. ഈശോ വിളിച്ചിട്ട് വന്നവരാണ്. ഈശോ വിളിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈശോയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഓരോ ദൗത്യം പ്രത്യേകമായിട്ട് ഈശോയ്ക്ക് നൽകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോനെ പഠിപ്പിച്ച മറ്റൊരു കാര്യം പങ്കുവയ്ക്കുന്ന ജീവിതത്തെക്കുറിച്ചാണ്. പങ്കുവയ്ക്കുന്ന ജീവിതം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർക്കും പണം പങ്കുവയ്ക്കുക എന്ന് വിചാരിക്കും. ഈശോ പറയുന്നു, പങ്കുവയ്ക്കുന്ന ജീവിതത്തിന് 3 ഭാഗങ്ങളുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ടൈം, സെക്കൻഡ് വൺ സർവീസ്, ദ തേർഡ് വൺ മണി. മണി ഗോസ് ടു ദ തേർഡ് പ്ലേസ്. ഫസ്റ്റ് ടൈം, ദെൻ സർവീസ്, ദെൻ ഓൺലി കംസ് മണി. ഞാനിത് പഠിച്ചത് നല്ല സമറായക്കാരൻ്റെ ഉപമയിലാണ്. അത് മനോഹരമായിട്ട് ഈശോയിൽ വരച്ചു വെച്ചിട്ടുണ്ട്. നല്ല സമറായക്കാരൊക്കെ നിങ്ങൾക്കറിയാം. ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്നു, കള്ളന്മാരെ കവർച്ച ചെയ്യപ്പെട്ട് അർത്ഥപ്രാണനാക്കിയിട്ട് അവിടെ കിടക്കുന്നു. ആ സമയം 3 പേര് കടന്നു വരുന്നുണ്ട്. ആദ്യം വരുന്ന നമ്മുടെ ഗണത്തിൽപ്പെട്ട ആളുകൾ പുരോഹിതനാണ്. പുരോഹിതൻ വചനം പറയുന്നു, കണ്ടെങ്കിലും അവൻ കടന്നുപോയി. അച്ഛനെ കുറ്റപ്പെടുത്തുന്നില്ല, അച്ഛന് എന്തെങ്കിലും ധ്യാനങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് അച്ഛൻ പോയതായിരിക്കും, നോ പ്രോബ്ലം. ക്ലാസ്സെടുക്കാനൊക്കെ ഉണ്ടോ? ഓക്കെ. രണ്ടാമത് വന്നത് ഒരു ലേവായനാണ്. അവനും അവിടെ വന്നെങ്കിൽ അവിടെ നിന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല, ഏതെങ്കിലും സ്ഥലത്ത് ബിസിനസ് ഒക്കെ ഞാൻ പോകുന്ന തിരക്കനായിരിക്കും. ഓക്കെ. മൂന്നാമത് വന്നത് ഒരു സമയക്കാരൻ. അവൻ വെറുതെ യാത്ര ചെയ്യുന്നവനല്ല, മറിച്ച് അവൻ്റെ അത് തിരക്ക് പിടിച്ച സമയത്തിൽ വചനം പറയുന്നു, അവൻ അവിടെ നിന്നു. ദാറ്റ് മീൻസ് ടൈം ഷെയറിങ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് ടൈം ഷെയറിങ്. സെക്കൻഡ് വൺ ഉടനെ കുറെ പണം എടുത്തു കൊടുത്തില്ല, കയ്യിലുള്ള എണ്ണയും വീഞ്ഞൊഴിച്ച് മുറിവുകൾ വെച്ച് കിട്ടുകയാണ്. അതാണ് സെക്കൻഡ് പ്ലേസ്, ഗോസ് ടു സർവീസ്. ദെൻ ആ മകനെടുത്ത് ഇവിടേക്ക് പോകുന്നു, എവിടേക്ക്? പിന്നിലേക്ക് പോകുന്നു, അവിടെ ഛത്രത്തിൽ പോകുന്നു. അവിടെ ചെന്ന് പണം ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ളത് വരുമ്പോൾ തിരിച്ചു കൊള്ളാം എന്ന് പറയുന്നു. അതാണ് 3ാമത്തെ പ്ലേസ് പണത്തിന് കൊടുക്കുന്നത്. ഈശോയ്ക്ക് മനസ്സിലാക്കി തന്നത് ഈ ഉപമയിലാണ്. ഫസ്റ്റ് ടൈം, സെക്കൻഡ് സർവീസ്, ദെൻ തേർഡ് പ്ലേസ് മണി. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ വലിയ കരുതലാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അവസാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒന്നാണ് പരസ്നേഹം എന്നുള്ളത്. ദൈവം സ്നേഹമാണെന്ന് യോഹന്നാൻ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കുമ്പസാരിക്കാറുണ്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കുറേ പേരുടെ വിരോധങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിതൊന്നും അധികം ഓർക്കാറില്ല, കുമ്പസാരത്തിൽ പറയാറുമില്ല. സാധാരണ ചില പാപങ്ങളൊക്കെ ചെയ്തു. പക്ഷേ സ്നേഹത്തിനെതിരായിട്ടുള്ള ചിന്തകൾ, പ്രാർത്ഥനകൾ, കാര്യങ്ങൾ എല്ലാം ദൈവസന്നിധിയിൽ വളരെ നമ്മൾ ഏറ്റുപറയേണ്ട കാര്യങ്ങളാണ്. കാരണം സ്നേഹത്തിൻ്റെ ഒരു അംശത്തിന് കുറവുണ്ടെങ്കിൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അർപ്പിക്കുന്ന ഓരോ കുമ്പസാരം ഇറ്റ് ഈസ് വെരി സീരിയസ് വൺ. വെറുതെ അച്ഛനെ കാണുമ്പോൾ നമ്മൾ പോയി കുമ്പസാരിക്കുന്നതല്ല, മറിച്ച് സീരിയസ് ആണ്. നമ്മൾ ഓർക്കണം, ജീവിതത്തിലെ ഓരോ പ്രതിബന്ധങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ
ദൈവസന്നിധിയിൽ നമ്മളത് അർപ്പിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ഈ സെമിനാർ ജീവിതത്തിൽ ഒരു ദിവസവും ഒരു നിമിഷവും വെറുതെ പോയി എന്ത് ചെയ്താലും ഇതിന് പിന്നിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇന്ന് പാട്ട് പാടുകയാണ്, പ്രസംഗം പറഞ്ഞവരെ ശ്രദ്ധിക്കുന്ന നിങ്ങളാണെങ്കിലും എവിടെയാണ് ഈശോ സ്പർശിക്കുക എന്നറിയുകയില്ല. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കണം. ടു ബി എ സെയിന്റ്, ഒരു വിശുദ്ധനാകാൻ പ്രാർത്ഥിക്കണം. നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണം. എന്നോട് സംസാരിക്കാൻ പ്രാർത്ഥിക്കണം. ദൈവസ്നേഹം കൊണ്ട് നിറയാൻ പ്രാർത്ഥിക്കണം. ഈശോയെയും മാതാവിനെയും കൂടെ വിളിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകാൻ ഈശോ അനുഗ്രഹിക്കും എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇത്രയും സമയം ശ്രദ്ധാപൂർവ്വം എന്നെ കേട്ടിരുന്നു. ഞാനിങ്ങനെ ഒരു വലിയ ക്ലാസ് ഒന്നുമല്ല, ഈശോ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു ചെറിയ കാര്യങ്ങൾ എന്ന് മാത്രം.